പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ പ്രവാസി സമൂഹം അനുഭവിച്ച യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പ്രവാസി വെൽഫെയർ കുവൈത്ത് ഏർപ്പെടുത്തിയ ചാർട്ടേഡ് വിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. എന്നോടൊപ്പം പ്രവാസി വെൽഫെയർ കുവൈത്തിന്റെ പ്രസിഡന്റ് റഫീഖ് ബാബു, ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിന് നേതൃത്വം നൽകിയ ഖലീലുർ റഹ്മാൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. രണ്ടുപേർക്കും ഈ ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. അവരുമായി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. എന്തുകൊണ്ട് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്നതിനെ കുറിച്ച് ചോദിച്ചാൽ അതിനെ എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? കുവൈത്തില് മാർച്ച് 1 ഫെബ്രുവരി 28 ആക്രമണം നടക്കുന്നത്. മാർച്ച് അല്ലെങ്കിൽ ആ ദിവസം തന്നെയും കുവൈത്തിലെ എയർ സ്പേസ് ബ്ലോക്കായി, വിമാനത്താവളം നിലച്ചു. പിന്നീട് വിമാനങ്ങളൊന്നും പറന്നില്ല. കുവൈത്തിലാകട്ടെ നാട്ടിൽ നിന്ന് ഒരു മാസത്തെയൊക്കെ വിസിറ്റിന് വന്ന അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് വിസിറ്റിന് വന്ന രോഗികളായിട്ടുള്ള മാതാപിതാക്കൾ, പലരുടെയും മാതാപിതാക്കൾ, അവരുടെ ഏറ്റവും അടുത്ത ആളുകൾ, അവർ ഈ നാട്ടിലേക്ക് വിസിറ്റിന് വന്നവരാണ്. തിരിച്ച് തങ്ങളുടെ ജന്മദേശത്തേക്ക് ഈ കാലാവധി കഴിഞ്ഞ് പോകാനിരുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെയും കുവൈത്തിൽ കുടുങ്ങിക്കിടന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒന്ന്. രണ്ടാമത്തത് ഒറ്റവരുടെ മരണം. ഇത് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തി അവരെയും കാത്ത് അവരുടെ ഉറ്റവരുടെ മൃതശരീരം ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ആർട്ടിക്കിൾ 14 അഥവാ അവരുടെ വിസ ക്യാൻസലായിട്ട് ആ ക്യാൻസലായ വിസയുമായി ജോലിയില്ലാതെ അവരിങ്ങനെ കുവൈത്തിൽ ചിലവുകൾ മാത്രമായിട്ട് കുവൈത്തിൽ നിൽക്കേണ്ടി വന്ന ആ സാഹചര്യം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ അനുഭവിച്ചപ്പോൾ ആണ് ഒരു ചാർട്ടർ വിമാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഈ വിഷയം നമ്മുടെ മുന്നിൽ വന്ന സമയത്ത് കുവൈത്ത് എയർവേസ് എന്ന ഒരു ഒറ്റ ഫോക്കസിലായിട്ടാണോ നമ്മൾ മുന്നോട്ട് പോയത്? ആ വിഷയങ്ങളൊന്ന് വിശദീകരിച്ചു. അതായത് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ചാർട്ടർ അറേഞ്ച് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നത്, ഇവിടെ ഖലീൽ സൂചിപ്പിച്ച പോലെ അറ്റ് പ്രസന്റ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എങ്ങനെ നമ്മൾ ആളുകളെ നാട്ടിലെത്തിക്കുക എന്നുള്ളത്. അതിൻ്റെ വിവിധ ഓപ്ഷനുകൾ നമ്മളിങ്ങനെ സംസാരിച്ചു, ചർച്ച ചെയ്തു. പക്ഷെ അവസാനം നമ്മൾ കുവൈത്ത് എയർവേസുമായിട്ട് അവരുടെ ഒഫീഷ്യലുമായിട്ട് ഒരു മീറ്റിംഗ് നമ്മൾ നടത്തി. അപ്പോൾ ആസ് ആൻ ഓർഗനൈസേഷൻ എങ്ങനെയാണ് നമുക്ക് ഒരു ഫുൾ ഫ്ലൈറ്റ് നമുക്ക് ചാർട്ടർ ചെയ്യാൻ പറ്റുക. അതിനുശേഷം അവിടുത്തെ കുവൈത്ത് എയർവേസിൻ്റെ CEO ക്യാപ്റ്റൻ അബ്ദുൽ വഹാബ് ഇബ്രാഹിം അൽ ഷത്തി, അദ്ദേഹത്തുമായിട്ടൊരു പേഴ്സണൽ കൂടിക്കാഴ്ച കൂടി നമുക്ക് അവസരം കിട്ടി. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിതുപോലെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ഇതുപോലെ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്ത് നമ്മളിങ്ങനെ ചാർട്ടർ ഫ്ലൈറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് സ്റ്റാൻഡേർഡ് ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇമ്പ്രസ്ഡ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം നമ്മൾ സപ്പോർട്ട് തരാം. ഒരു ഫുൾ ഫ്ലൈറ്റ്, അതായത് ഒരു 500 സീറ്റ് എയർബസ് A339 വലിയൊരു ഫ്ലൈറ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, യാത്രക്കാരിൽ നിന്ന് പരമാവധി പ്രൈസ് കുറച്ചിട്ട് തന്നെ, പക്ഷെ നമ്മളൊരു എഫേർട്ട്, ഈ ഫ്ലൈറ്റ് ഫുള്ളാക്കണം എന്നുള്ളൊരു എഫേർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പരമാവധി കുറച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അതിന് എഗ്രിമെൻറ്റ് പ്രവാസി വെൽഫെയർ കുവൈത്തും കുവൈത്ത് എയർവേസുമായിട്ടാണ് നമ്മൾ ഇതുമായിട്ടുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് ഫസ്റ്റ് പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കുവൈത്ത് എയർവേസിനെ അപ്രോച്ച് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് അവിടുത്തെ ഒരു ഓപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി സ്റ്റാഫ് ഉണ്ട്, ബാദുഷ. അദ്ദേഹത്തോട് പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. 500 പാസഞ്ചേഴ്സ്, അത് സത്യത്തിലൊരു ചാലഞ്ച് അല്ലായിരുന്നല്ലോ ഒരു സംഘടന എന്ന നിലയ്ക്ക്? ട്രാവൽ ഏജൻസികളുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ ട്രാവൽ ഏജൻസികൾ മടിച്ചു നിന്ന ഒരു സമയത്ത് ആദ്യം കുവൈത്തിൽ നിന്ന് ഈ ഒരു സാഹചര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഏറ്റവും മിനിമം അന്ന് വാങ്ങിച്ചിരുന്നത് 260 270 ആ റേഞ്ചിലാണ് ഇവിടുത്തെ കൊച്ചിയിലേക്ക് ദമ്മാം വഴിയൊക്കെ പോയിരുന്നത്. വെബ്സൈറ്റിൽ അതിൽ കൂടുതലായിരുന്നു, 300+. അതെ അതെ, ഫ്ലൈറ്റുകളുടെ വെബ്സൈറ്റിൽ അതിനേക്കാൾ കൂടുതലായിരുന്നു, ശരിയാണ്. പക്ഷേ ഈ ചാർട്ടർ ഫ്ലൈറ്റ് തന്നെയും വാങ്ങിച്ചിരുന്നത് 260 270 റേഞ്ചിലായിരുന്നു. അത്രയും ഭീമമായ തുകയിൽ നിന്ന് നമുക്കിതെങ്ങനെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന ചിന്ത നമ്മളെ വല്ലാതെ, കാരണം എല്ലാവരും ചെയ്യുന്ന ഒരു കൊമേഴ്ഷ്യൽ സ്വഭാവത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൊമേഴ്ഷ്യൽ സ്വഭാവത്തിൽ ചെയ്യുന്നവരെന്താ ചെയ്യുന്നത്, ഇതിൻ്റെ റിസ്കിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ പരമാവധി എമൗണ്ട് കൂട്ടിയിടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ 500 പേരെ കിട്ടുക എന്നത് വലിയ ചാലഞ്ച് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇതിലേക്ക് ഇറങ്ങുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, വിസിറ്റ് വിസക്കാരായ ആളുകളെ പരമാവധി നമ്മൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു എന്നതാണ്. അതിൽ എടുത്തു പറയേണ്ടത്, നമ്മുടെ
വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വെൽഫെയറിൻ്റെ വോളണ്ടിയേഴ്സ് അവർ ചെയ്തിട്ടുള്ള ട്രമൻഡസ് എഫേർട്ട്, ഈ ചാലഞ്ചിനെ നമ്മളെങ്ങനെ മറികടന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ഡെഡിക്കേഷൻ. ഈ 300 KD 250 KD 260 KD എന്നുള്ള ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു സമയത്താണ് 190 എന്നുള്ളൊരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് വരുന്നത്, പ്രവാസി വെൽഫെയർ വരുന്നത്. ഇത് പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നുള്ള അവരുടെ പ്രതികരണം എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇത് എത്രത്തോളം സക്സസ് ആക്കാൻ കഴിയുന്നുള്ള ഒരു കോൺഫിഡൻസ് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് ഒന്നറിയാൻ പ്രത്യേക താല്പര്യം. ഏജൻസികളുടെ സപ്പോർട്ടില്ലാതെ നമ്മൾ മാത്രം, പ്രവാസി വെൽഫെയർ മാത്രം ഒറ്റക്ക്, നേരത്തെ ഏജൻസികൾ പോലും ചെയ്തിരുന്നത് ചെറിയ ഫ്ലൈറ്റായിരുന്നു, 126 പാസഞ്ചേഴ്സിൻ്റെ ഫ്ലൈറ്റായിരുന്നു. അപ്പം അതിലൊരു ബ്രേക്ക് ത്രൂ ശരിക്കും വെൽഫെയറിന് അവകാശപ്പെട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ പലരും വലിയ ഫ്ലൈറ്റ്, വലിയ കാരിയറാണ് ചെയ്യുന്നത്, 339 എന്ന് പറയുന്ന കാരിയറാണ് ചെയ്യുന്നത്. നേരത്തെ ഈ നിയോൺ എന്ന് പറയുന്ന 126 പേരുടെ ഫ്ലൈറ്റുകളാണ്. അപ്പം ഇതിന് വരുന്ന കോസ്റ്റ് വലുതാണ്. നമ്മൾ ഈ പറഞ്ഞ ചലഞ്ച് ഏറ്റെടുത്തു, വലിയ ഫ്ലൈറ്റ് നമ്മൾ ഇട്ടപ്പം സ്വാഭാവികമായി കോസ്റ്റ് കുറഞ്ഞതിനെയാണ് നമ്മളത് ആളുകൾക്ക് ബെനിഫിറ്റായിട്ട് വരാവുന്ന രൂപത്തിൽ നമ്മളതിനെ മാറ്റിയത്. അപ്പം നമ്മളത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് ഇത് ഏറ്റെടുത്ത് നടത്താമെങ്കിൽ എന്തുകൊണ്ട് ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന രൂപത്തിൽ മറ്റ് ഏജൻസികളും ചിന്തിച്ചു തുടങ്ങുകയും പറഞ്ഞാൽ അതിൽ മുന്നിൽ നടക്കാൻ പ്രവാസി വെൽഫെയറിന് സത്യം പറഞ്ഞാൽ സാധിച്ചിട്ടുണ്ടെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 190 ദിനാർ എന്ന് പറയുന്ന അന്ന് ഒരർത്ഥത്തിലും ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത, അല്ലെങ്കിൽ അത് മാത്രമല്ല ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും നമ്മൾ ഒറ്റ ഫെയർ ഇട്ടത് 190 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഫെയർ ഇടുക എന്ന് പറയുന്നത് ആരും ആ അർത്ഥത്തിൽ അത് വലിയ എടുത്തുചാട്ടമായിരുന്നു. പക്ഷെ നമ്മളത് നമ്മളുടെ മനസ്സ് എന്ന് പറഞ്ഞ് പ്രവാസി വെൽഫെയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് നിലവിലുള്ളതിനേക്കാൾ നല്ല ഒരു റേറ്റിൽ നാട്ടിലേക്ക് പോകാനും വരാനും ഒക്കെ കഴിയട്ടെ എന്ന ഒരു മനസ്സിൽ നിന്നാണ് നമ്മൾ അതിനെ, ജനങ്ങൾ ആ അർത്ഥത്തിൽ നമ്മളെയും സപ്പോർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എംബസിക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിലേ അവർ വിസിറ്റിംഗ് വിസയിൽ വന്ന ആളുകൾക്ക് ട്രാൻസിറ്റ് വിസ കൊടുക്കുന്നുള്ളൂ. സൗദി അറേബ്യയിലെ ട്രാൻസിറ്റ് വിസ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം ടിക്കറ്റിന് എന്ത് ചെയ്യണം, ആളുകൾക്ക് ടിക്കറ്റിന് നമ്മൾ അപ്പം നമ്മൾ പറഞ്ഞു ഓക്കെ നമ്മൾ ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരാം. എംബസി പറയുന്നത് 4-5 ദിവസത്തിനുള്ളിൽ ഇത് കിട്ടുമെന്നാണല്ലോ. പക്ഷെ ദൗർഭാഗ്യവശാൽ 87 പേരുടെ ഒരു ടിക്കറ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തെങ്കിലും നമുക്ക് ട്രാൻസിറ്റ് വിസ എംബസിയിൽ നിന്ന് കിട്ടിയില്ല. എങ്കിൽ പോലും ആ ആളുകൾക്ക് പിന്നെ അവർക്ക് ട്രാൻസിറ്റ് വിസ ലഭിക്കാൻ ഒരു കാരണമാവുകയും ചെയ്തു. കാരണം തൊട്ടടുത്ത നമ്മുടെ ഫ്ലൈറ്റിലോ അല്ല അതിന് മുന്നേ പോയ ചാർട്ടേഡ് ഫ്ലൈറ്റിലോ യാത്ര ചെയ്യാൻ അവർക്ക് അത് പ്രത്യേകം ഉപകാരം. എങ്ങനെയാണ് അൽ ഹിന്ദ് ട്രാവൽസ് ഇതിന്റെ ഭാഗമായിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഇത് ശരിക്കും ഒരു ഫിനാൻഷ്യൽ ഡീലിംഗ് കൂടിയാണല്ലോ. നമ്മളൊരു കുവൈത്ത് എയർവേസുമായിട്ട് ഒരു ഡീലിംഗ് ചെയ്യുമ്പോൾ ആസ് ആൻ അസോസിയേഷൻ ഇത്രയും വലിയ ട്രാൻസാക്ഷൻ നടത്തുന്നതിനുള്ള നമുക്ക് പരിമിതികളുണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഈ ടിക്കറ്റിൻ്റെ പൈസ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അൽ ഹിന്ദുമായിട്ട് ഒരു ടേംസിലെത്തുകയും അവരത് വളരെ പോസിറ്റീവായി കാണുകയും ഇത്തരൊരു പോസിൽ അവർ ചെയ്യാനെന്ന് എഗ്രി ചെയ്യുകയാണ്. അത് മാത്രമല്ല അവരിൽ നിന്ന് വളരെ വലിയ സപ്പോർട്ടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഫ്ലൈറ്റിനും മീൻസ് നമുക്ക് രണ്ടാമത്തെ ഫ്ലൈറ്റിൽ നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ചെയ്തത്. അപ്പോൾ അതിലും വലിയൊരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ആമിർ, ജുനൈദ്, ഇർഷാദ്, അവരുടെ ടീമെല്ലാം നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, വളരെ ഈസി ആയിട്ട് ആളുകൾക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതിനും നമ്മളുടെ PNR ജനറേറ്റ് ചെയ്യുന്ന ഇത്തരം സംഗതികൾക്കൊക്കെ നല്ലൊരു അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ സെക്കൻഡ് ഫ്ലൈറ്റ് ചെയ്തപ്പോഴേ, ഇപ്പോൾ അവരൊരു ബിസിനസ് സ്ഥാപനമാണല്ലോ, പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞു ഞങ്ങൾ സെക്കൻഡ് ഫ്ലൈറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഇത്ര ഒരു റേഞ്ചിൽ ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ ചെയ്യുന്നതിനെക്കാട്ടും എയർഫെയർ കൂടി, എയർലൈൻസുകൾ അവരുടെ ഫുൾ ചാർട്ടറിൻ്റെ ചാർജ് കൂട്ടി, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് ചെയ്യണം എന്ന് അൽ ഹിന്ദിനോട് പറഞ്ഞപ്പോൾ അവർ നമ്മളുടെ റേറ്റിലേക്ക് ചെയ്യാൻ അവർ തയ്യാറായിരുന്നത് എനിക്കൊന്നും അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. കാരണം ഒരു ബിസിനസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മളൊരു ഒരു സജഷൻ മുന്നിൽ വെച്ചു. ഓക്കെ നമുക്ക് ഒന്നിച്ച് അങ്ങനെ ആ റേറ്റിൽ തന്നെ ചെയ്യാം. ആ ഫ്ലൈറ്റ് ചെയ്തത് നമ്മളും അവരും ഒക്കെ ഒറ്റ ഫെയറിലാണ് ചെയ്തത്. വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു സംഗതിയാണത്. അവരുടെ സപ്പോർട്ട് വെൽഫെയറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അഭിമാനിക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് ഫ്ലൈറ്റിൻ്റെ
റേറ്റ് സെറ്റ് ചെയ്യുന്നിടത്ത് നമ്മളൊരു ട്രെൻഡ് സെറ്ററായി മാറി. തീർച്ചയായിട്ടും അത് ഞാൻ ചോദിക്കാൻ പോയിരുന്നത്. നമുക്ക് കാരണം ആ ഒരു ലെവലിലോട്ട് നമ്മുടെ ഫിക്സ് ചെയ്ത റേറ്റിലോട്ട് അതിനോട്ട് തൊട്ടടുത്തുള്ള റേറ്റിലോട്ട് മൊത്തം എയർലൈൻസുകളും ട്രാവൽ ഏജൻസികളും ഏജൻസികൾക്കും എത്തുന്ന ഒരു രീതി തന്നെ. അതോടൊപ്പം വേറെ ചോദ്യം ചോദിക്കാൻ, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യം, നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ 190 KD ഫിക്സ് ചെയ്തത്, രണ്ടാമത്തെ ഫ്ലൈറ്റ് അങ്ങോട്ട് പോകുന്നതിന് നമ്മൾ 230 നമുക്ക് ചാർജ് ചെയ്യേണ്ടി വന്നു. അത് പല തരത്തിലുള്ള ചർച്ച വന്നു. ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുകയാണ്, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ. അത് ആദ്യത്തെ ഫ്ലൈറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഫ്യൂവൽ സർചാർജ് അല്ലെങ്കിൽ ഇവരുടെ ഏവിയേഷൻ ഫ്യൂവലിൻ്റെ പ്രൈസ് നോർമൽ പ്രൈസിങ്ങിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ എംബാർഗോ ഇവരുടെ ഹോർമസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് വന്ന സമയത്തോളം ഈ പ്രൈസ് ഭയങ്കരമായി ഹൈയിലേക്ക് പോയി. എയർലൈൻസ് അതായത് ഫ്യൂവൽ എന്താണ് ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറയുന്നത്. അതിന് പുറമെ അവർ പറയുന്നത്, കുവൈറ്റ് എയർവേസ് പറയുന്നത്, ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ ഇൻഷുറൻസ് തുക ഭയങ്കരമായി വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്തിരുന്ന പ്രൈസിന്റെ ഒരു 50-60% തുക അവർ രണ്ടാമത്തെ ഫ്ലൈറ്റിന് അവർ വർദ്ധിപ്പിക്കുകയാണ്. ഇത് വർദ്ധിപ്പിച്ചതോടുകൂടി പിന്നെ നമുക്ക് പറ്റൂല, രക്ഷയില്ലല്ലോ ആ ഒരു അർത്ഥത്തിൽ. ഇതൊന്നും പിന്നെ പൊതുസമൂഹം അറിയുന്നില്ല എന്തുകൊണ്ട് 190 ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് 230 ആക്കി. വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത്. അതായത് നമ്മൾ പ്രൈസ് കുറച്ചപ്പോഴേ മറ്റുള്ള സംഘടനകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്, ട്രാവൽ ഏജൻസികൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്, അവരൊക്കെ പിന്നെ നമ്മളുടെ പ്രൈസിൽ താഴെയോ അതിനടുപ്പിച്ചോ ഒക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യം. ടോട്ടൽ നോക്കുകയാണെങ്കിൽ എക്സ്പാട്രിയേറ്റ്സിന് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ചെയ്തപ്പോൾ, ഒന്നാമത്തെ ഫ്ലൈറ്റ് ചെയ്തപ്പോഴും രണ്ടാമത്തെ ഫ്ലൈറ്റ് ചെയ്തപ്പോഴും ആളുകൾക്ക് ഇവിടുന്ന് ഏതാണ്ട് ഒരു 24 മുതൽ 30 മണിക്കൂർ വരെയുള്ള ദൈർഘ്യമുള്ള ഒരു യാത്രയാണല്ലോ. കുവൈറ്റ് എയർവേസ് ഫുഡ് കൊടുക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഈ ഖൈറാൻ മാളിലേക്ക് അവർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അത് കഴിഞ്ഞ് അവർ ദമാമിലേക്ക് പോയി, ദമാമിൽ നിന്ന് കൊച്ചിയിലെത്തി, കൊച്ചിയിൽ നിന്ന് അവരുടെ വീടുകളിൽ. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഒന്ന് ഖൈറാൻ മാളിൽ വെച്ച് നമ്മൾ ഒരു ഗിഫ്റ്റ് യാത്രക്കാർക്ക് കൊടുക്കാൻ പറ്റി. ഒരു സ്നാക്ക് ബോക്സ് ആണ്. സ്നാക്ക് ബോക്സ് അതിലൊരു സാൻഡ്വിച്ച് ഉണ്ട്, ഒരു കേക്ക് ഉണ്ട്, ഒരു വെള്ളമുണ്ട്, ഒരു ചോക്ലേറ്റ്, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്നാക്ക് ബോക്സ് നമുക്ക് ടീം വെൽഫെയറിന്റെ പ്രവർത്തകർ മനോഹരമായ, അത് വലിയ അനുഭവങ്ങൾ. അതായത് അതില് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു ഈഹ അക്ബർ അലി അക്ബർ 10 വയസ്സായ മോളാണ്. അവള് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത. അപ്പോൾ അവിടെ നാട്ടിലെത്തിയതിൻ്റെ ശേഷം പിന്നെ എനിക്കൊരു ലെറ്റർ അയച്ചു. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഘടനയൊക്കെ അയച്ച ലെറ്ററാണ്. റഫീഖ് അങ്കിൾ ഇന്ന അനുഭവങ്ങളാണ് ഉണ്ടായത്, വളരെ നല്ല യാത്രയായിരുന്നു, ഫ്ലൈറ്റിലെല്ലാവരും ഭയങ്കര ടേക്ക് കെയർ ചെയ്ത് അവർ സുരക്ഷിതമായി നാട്ടിലെത്തി. അപ്പോൾ ഈ സ്നാക്ക് ബോക്സിനെ കുറിച്ച് പ്രത്യേകം പറയണ്ടായിരുന്നു. നെക്സ്റ്റ് ഫ്ലൈറ്റിൽ നിങ്ങളുടെ സാൻഡ്വിച്ചിന്റെ വലിപ്പം ഒന്ന് കൂട്ടാൻ നോക്കണം എന്നുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വിസിറ്റ് വിസയിൽ വന്ന ഒരു പാസഞ്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം നാട്ടിൽ അത്യാവശ്യം കുറച്ച് സ്ഥാപനങ്ങളുടെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇവിടെ തൻ്റെ മക്കളുടെ അടുത്തേക്ക് വന്നതാണ് ഒരു മാസത്തെ വിസിറ്റിന്. പക്ഷെ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപന നടത്തിപ്പും കാര്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധി. അദ്ദേഹം അവിടെ ഇല്ലാത്തതിൻ്റെ കുറേ പ്രയാസങ്ങൾ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയാണ്, ഞാനിങ്ങനെ എൻ്റെ മനസ്സൊക്കെ താളൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ, നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നാട്ടിലേക്കൊന്ന് അയച്ചതാ എന്ന് പറഞ്ഞിട്ട് പറയുന്ന സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനവും, ഈ ഫ്ലൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള കുറേ ആളുകളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് ഓർമ്മയിൽ വന്നത്, 2 ഫ്ലൈറ്റിലും നമ്മൾ ചെയ്ത ഒന്നാമത്തെ ഫ്ലൈറ്റിലും രണ്ടാമത്തെ ഫ്ലൈറ്റിലും ആളുകൾ തമ്മിലുള്ള ഒരു സഹകരണം അമേസിങ് എന്ന് പറയാവുന്ന. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗേജ് എടുക്കാനും വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്ലൈറ്റ് പോയ സമയത്ത് ഇപ്പൊ നമുക്ക് വളരെ മധുരമുള്ള ഓർമ്മയും, എന്നാൽ അന്ന് ഫ്ലൈറ്റ് പോയ അന്നത്തെ ദിവസം കുറച്ച് സ്ട്രഗിളും അനുഭവിച്ച ഇതുണ്ടല്ലോ. കാരണം ഒരു കിഡ്നി പേഷ്യന്റ് യാത്രക്കാരന് പോകാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനൊക്കെ വന്ന സമയത്ത് ആ ഒരു എഫേർട്ട് അത് യഥാർത്ഥത്തിൽ നമുക്കന്ന് പാസഞ്ചർ ലിസ്റ്റിൽ, നമ്മൾ കൊടുത്ത ലിസ്റ്റിൽ PNR യഥാർത്ഥത്തിൽ ഈ പാസഞ്ചർ 4 പേരുണ്ടായിരുന്നു. 4 പേരുടെ പേരുണ്ടായിരുന്നു.
പക്ഷേ ദൗർഭാഗ്യവശാൽ എന്തോ ചില ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഈ വേറെ 4 പേരുടെ പേരുകളാണ് അതിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമല്ലോ, ഈ PNRൽ നിന്ന് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ, അതിന് നമുക്ക് ഒരു പാസഞ്ചറാണ് നമ്മെ സപ്പോർട്ട് ചെയ്യുന്നത്, ഫുവാദ്. 9 മണിക്ക് കൗണ്ടർ ക്ലോസ് ചെയ്യേണ്ടുന്ന സ്ഥാനത്ത് നമുക്ക് ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ഈ 4 പാസഞ്ചേഴ്സിനെയും നമുക്കതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞത്. അതിൽ ഒരു പക്ഷേ കുവൈറ്റ് എയർവേസിന്റെ CEO-യുടെ ഒരു ഇടപെടൽ, അദ്ദേഹത്തെ രാത്രി നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടാണ് വിളിച്ച് ഈ ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിളി വന്നതിന് ശേഷം 10 മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു തീരുമാനമായി എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ധാരാളം അദ്ദേഹത്തെ CEO മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ഓപ്പറേഷൻ ലെവലിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എനി ടൈം നിങ്ങൾ വിളിച്ചോളൂ എന്നിട്ട് എനിക്ക് കാർഡ് തന്നായിരുന്നു. അതെടുത്താണ് വിളിക്കുകയും ചെയ്തത്. അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. മറ്റൊന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു, 2 ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള സംഘടന എന്നുള്ള നിലയ്ക്ക് ഇതുമായിട്ട് യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും എക്സ്പാറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോൾ അത് ഏതെല്ലാം രീതിയിൽ സോൾവ് ചെയ്യണം, ആരുടെ എല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. നമ്മൾ ഇവിടുത്തെ അംബാസഡർക്ക് ഇമെയിൽ അയച്ചു, ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ മുഴുവൻ MP-മാർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, CM-ന് അയച്ചിട്ടുണ്ടായിരുന്നു, ചീഫ് മിനിസ്റ്റർക്ക്, നമ്മൾ ഓപ്പോസിഷൻ ലീഡർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കെല്ലാം നമ്മൾ കത്ത് അയച്ചിരുന്നു. 1 by 1 ഈ ട്രാവൽ ഇഷ്യൂ, വിസക്കാരുടെ ഇഷ്യൂ, ഇതെല്ലാം എൽഡേഴ്സ്, രോഗികളെല്ലാം വെച്ച് നമ്മളുടെ ഒരു പ്രോപ്പർ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കണം. ശരിക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നയതന്ത്രമായിട്ട് ഒരുപാട് ഇടപെടൽ നടത്തേണ്ട കുറേ ഇഷ്യൂസ് ഇതിലുണ്ട്. അപ്പോൾ ഇവരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അർത്ഥത്തിൽ നമ്മൾ ഇവർക്ക് ലെറ്റർ അയക്കുകയും, എനിക്ക് തോന്നുന്നത് ഞാൻ അതിൻ്റെ ഒരു ഇത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ MP രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. അദ്ദേഹം നമ്മളുടെ കണ്ടന്റ് എടുത്ത് തന്നെ പ്രൈം മിനിസ്റ്റർക്ക്, അതുപോലെ തന്നെ ഏവിയേഷൻ മിനിസ്റ്റർക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഷാഫി പറമ്പിൽ, പിന്നെ ET മുഹമ്മദ് ബഷീർ, പിന്നെ NK പ്രേമചന്ദ്രൻ MP, ഇവരൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. മറ്റുള്ളവരൊക്കെ ഒരുപക്ഷെ തിരക്കൊണ്ട് റെസ്പോണ്ട് ചെയ്യാത്തതായിരിക്കാം ഒരുപക്ഷെ. പക്ഷേ ഇതൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ അതിൻ്റെ ഫോളോ അപ്പ് പോലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത് ചെയ്തല്ലേ പറ്റുള്ളൂ. നമുക്കിത് വലിയൊരു ഇഷ്യൂ ആണല്ലോ എക്സ്പാൻസിനെ സംബന്ധിച്ചിടത്തോളം. യാത്രയും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രശ്നം മുഴുവനും സോൾവ് ആയിട്ട് പോലും ഇല്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ ഫോളോ അപ്പ് നമ്മൾ നടത്തേണ്ടി വരും. ഒരു സംഘടന എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അതിപ്പോൾ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ശരിക്കും ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതില്ലേ? സത്യം പറഞ്ഞു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ നോർക്കക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഈ സെയിം വിഷയം വെച്ചിട്ട് കേരളത്തിൽ നോർക്ക വകുപ്പ് ആ വിഷയത്തിൽ ഒരു പക്ഷേ ചാർട്ടർ ഫ്ലൈറ്റുകൾക്ക് മുന്നിട്ടിറങ്ങുകയായിരുന്നെങ്കിൽ കുറെ കൂടി അഫോർഡബിൾ ആയി ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റും, കാരണം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ആളുകൾ മാത്രമല്ല ഉള്ളത്, ഇന്ത്യക്കാരായിട്ടുള്ള 10 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമല്ലേ കുവൈത്ത്. അപ്പോൾ ആ അർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിനും ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നാട്ടിൽ ഇവരെ സ്വീകരിക്കാൻ പ്രവാസി വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ, വോളണ്ടിയേഴ്സൊക്കെ അവിടെയും ഒരു ചെറിയ ഗിഫ്റ്റ്, ഒരു സ്നാക്ക് ബോക്സുമായിട്ട് മധുരം കൊടുക്കാൻ അവിടെയും ആൾക്കാരുണ്ടായിരുന്നു. 2 ഫ്ലൈറ്റിനും അത് നമുക്ക് കിട്ടി. 2ാമത്തെ ഫ്ലൈറ്റിന് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ദമാം എയർപോർട്ടിൽ നിന്നും അവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റ്, പ്രവാസികൾ സൗദി അറേബ്യയുടെ ദമാം റീജിയൻ, അതായത് ഫസ്റ്റ് ഫ്ലൈറ്റിന് വന്ന ആളുകളെ അങ്ങനെ ഒരു സജഷനും കൂടി നമ്മളോട് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന്. നമ്മൾ സൗദി അറേബ്യ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ട് എടുത്തു. 2ാമത്തെ ഫ്ലൈറ്റിൽ ഈവൻ ബാഗേജ് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരു വളണ്ടിയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് യാത്രക്കാര് 2 ഫ്ലൈറ്റിലായിട്ട് 4 ഫ്ലൈറ്റാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ ആളുകളിൽ നിന്ന് ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് നല്ല മനം കൊള്ളിരിക്കുന്ന എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെട്ട എന്തെങ്കിലും 1-2 കമന്റ്സ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ തോന്നും?
നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിസ്റ്റ് വിസയിൽ വന്ന് കുടുങ്ങിയ ആളുകൾക്ക് അവരുടെ മരുന്നുകൾ തീർന്നു എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ലൈഫ് ത്രെട്ടനിങ് എന്ന് മരുന്നിന്റെ പറയുന്ന വിഷയം ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ഇത് നമ്മൾ കാലഘട്ടത്തിൻ്റെ ഒരു തേട്ടം, ഏറ്റവും അനിവാര്യമായ കാര്യത്തെ നമ്മളുടെ ഈ സംഘടന പ്രവാസി വെൽഫെയർ കുവൈത്ത് ഏറ്റെടുത്ത് അത് നടത്താൻ ധൈര്യപ്പെട്ടു. ഇന്നലെ ഒരു സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഫ്ലൈറ്റിൽ പോയത്. അപ്പോൾ അവർ പോയത് വെച്ചാൽ അവരുടെ അമ്മ മരണപ്പെട്ടിട്ടാണ്. അവർ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയുടെ കർമ്മങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിർവഹിക്കാൻ സാധിച്ചു, അതെല്ലാം കഴിഞ്ഞു, നിങ്ങൾ അപ്പോൾ അത് അറേഞ്ച് ചെയ്തത് കൊണ്ട് സമയത്തിന് എത്താൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ ഇമോഷണലായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേർക്ക് സപ്പോർട്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുമായിട്ട് 2 ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഏറെക്കുറെ സംസാരിച്ചു. ഇനി അടുത്ത ചാപ്റ്റർ ഫ്ലൈറ്റിനെ ഞാനൊരു കാര്യം ഞാൻ പറയാം. ഞാനിപ്പോൾ ഇന്ന് കുവൈത്ത് എയർപോർട്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ ജസീറയും കുവൈത്ത് എയർവേസും ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ 29-നൊക്കെ ആയിട്ടുള്ള ഫെയർ എന്ന് പറഞ്ഞാൽ 230 കുവൈത്ത് എയർവേസിൻ്റെ 319. അപ്പോൾ ഇപ്പോഴും കുവൈത്ത് എയർപോർട്ട് ഇവിടെ നോർമൽ ഓപ്പറേഷൻ ആണെങ്കിൽ പോലും കോവിഡിന്റെ സമയത്ത് അറിയാം ഇതൊരു നോർമൽ ആവാൻ ഒരുപാട് സമയം എടുക്കും. ഇപ്പോഴും ഭയങ്കര ഹൈ ഫെയറാണ്. സാധാരണക്കാർക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം T4-ഉം T5-ഉം മാത്രമേ ഇപ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ളൂ. അത് മറ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ കൂടി ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ കൂടി കമ്പനികൾ കൂടി ആരംഭിക്കുമ്പോഴേ പ്രവാസികൾക്ക് താങ്ങാവുന്ന രൂപത്തിലേക്ക് എത്തുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു പക്ഷേ ഈ ചാർട്ടർ ഫ്ലൈറ്റുകൾ നമ്മൾ നടത്താൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞാൻ പറയുന്നു നമ്മൾ എന്തായാലും ഒരു 3ാമത്തെ ഒരു ഫ്ലൈറ്റിന് കൂടി ചിലപ്പോൾ ശ്രമിക്കേണ്ടി വരും. ഈ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ടീമുണ്ട്. അവർ പ്രത്യേകം അഭിനന്ദിക്കുക എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം നമ്മുടെ ടെക്നിക്കൽ ടീം ഈ സൈഡ് നമ്മൾ കൈകാര്യം ചെയ്തത്, നമുക്ക് നല്ലൊരു സിസ്റ്റം നമ്മളതിനെ സംവിധാനം ചെയ്തു. ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനും ആ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ ആളുകൾ ഫോളോ അപ്പ് ചെയ്യാനുള്ളൊരു ടീം, ഏകദേശം 25ഓളം ആളുകളുടെ ഒരു നല്ലൊരു സഹോദരിമാർ ഉൾപ്പെടെയുള്ള നല്ല വലിയൊരു ടീമായിരുന്നു നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. നമ്മുടെ അതിന് നേതൃത്വം കൊടുത്തത് നമ്മളെ 2 ജനറൽ സെക്രട്ടറിമാരായ സഫാന്, അതുപോലെ രാജേഷ്, പിന്നെ നമ്മുടെ സെക്രട്ടറി ഷമീറ ഖലീൽ, വഹീദ, ഫൈസൽ, പിന്നെ ലായിഖ് അഹമ്മദ് നമ്മുടെ വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഷൗക്കത്ത് നമ്മുടെ ട്രഷറർ, ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് നമ്മുടെ ഒരു ടീമിനെ നമ്മൾ സംവിധാനം ചെയ്തത്. അത് നമുക്ക് ഇതിന് നല്ലൊരു ടെക്നിക്കൽ സപ്പോർട്ട് തന്നത്, സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സപ്പോർട്ട് തന്നത് റിസ്റ്റിനും അതുപോലെ അംജദുമാണ്. ടോക്ക് ഷോയിൽ അവരുടെ എല്ലാവരുടെയും പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയൂടി ചെയ്യാനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്ക് ഈ ടോക്ക് ഷോ ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. 2 പേരും ഇതിൻ്റെ ഒരു ക്ലോസിംഗ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ക്ലോസിംഗ് പറയാനുള്ളത്, പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സംഘടനകളും ഈ അർത്ഥത്തിൽ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ആളുകളുടെ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമുണ്ടാകും. അത് ഗവൺമെൻറ് തലത്തിലാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിന് ആ അർത്ഥത്തിൽ പരിമിതികൾ ഉണ്ടെങ്കിൽ സംഘടനകൾ ആ പരിമിതിയെ മറികടന്നുകൊണ്ട് അത് ചെയ്യാൻ നിർബന്ധിതരാകുന്നൊരു സാഹചര്യമുണ്ട്. അത് പ്രവാസി വെൽഫെയർ കുവൈത്ത് എന്തായാലും ഇതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് നമ്മൾ ഉറപ്പ് തരികയാണ്. ഡേ 1 മുതൽ തന്നെ നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ കാണുന്നുള്ള ചർച്ച ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഡിസ്കഷന് ശേഷമാണ് നമുക്ക് 2 ചാർട്ടർ അറേഞ്ച് ചെയ്യാൻ പറ്റുക. ഇത്രയും ആളുകളെ അവർ ഫാമിലിയായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്നിട്ട് വലിയ കാര്യമാണ്. അവരുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പോൾ തുടർന്നും നമ്മളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾക്ക് അവരോട് പറയാനുള്ളത്. താങ്ക് യു.